ഒന്നുമില്ല, സീറോ ക്ലൈം, 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയില്ല. 30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ, അത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല കിടിലൻ വാഹനങ്ങൾ, പുതുപുത്തൻ വാഹനങ്ങൾ, അത് നമുക്ക് നല്ല ട്രസ്റ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. 58,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ ഡീസൽ വണ്ടിയാണ്. ഇക്ക മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 13 വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ഇത്രയും കാലമായിട്ട് ഒരു വർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 10,000-ൽ താഴെ കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് അല്ലെ. ഒരു ഓടിയിട്ടില്ല എന്ന് തന്നെ പറയാം അല്ലെ. യൂസിന് മൈലേജ് എന്നാൽ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റ് കൂടെ തന്നെ നമുക്ക് 7 സീറ്റർ വണ്ടി, വലിയൊരു കുടുംബത്തിന് ഒരു ബഡ്ജറ്റ് വണ്ടി അല്ലേ. നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം. പുതിയൊരു വാഹനം നോക്കുമ്പോൾ ലക്ഷങ്ങളുടെ മാറ്റമുണ്ട്. പുതിയ വണ്ടി 11 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ടോപ്പ് ഓപ്ഷൻ ആണ് അല്ലേ. യെസ്. അപ്പോൾ അതായത് നമുക്ക് ഏകദേശം 4-5 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം. 2013 വണ്ടിയാണ്, പക്ഷേ 39,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഗംഭീരമായ ഒരു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മൾ വെക്കേഷൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ സെർച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ലൊരു അടിപൊളി ഷോറൂമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഞാൻ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഞാൻ കണ്ട് പരിചയപ്പെട്ട സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി തോന്നുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ, അത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല കിടിലൻ വാഹനങ്ങൾ, പുതുപുത്തൻ വാഹനങ്ങൾ, അത് നമുക്ക് നല്ല ട്രസ്റ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് മുഖാന്തരം പരിചയപ്പെട്ടാണ് നമ്മൾ അസീസ്ക. നമുക്ക് കുറച്ച് വണ്ടി ഉള്ളത് മുഴുവൻ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വെഹിക്കിൾ അല്ലേ. അസീസ്ക, നമ്മളെ ലൊക്കേഷൻ ഈ KL23 യൂസർ ക്ലാസിന്റെ ലൊക്കേഷൻ കരുനാഗപ്പള്ളി പുതിയകാവില് വളരെ ഫേമസ് ആയ പള്ളിയാണ് താജ്മഹൽ ഷേഖ് മസ്ജിദ് എന്ന് പറയാം. അതിനോട് തൊട്ടടുത്ത് തന്നെ വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് നമ്മുടെ പുതിയ ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് പുതിയ ഹൈവേ സർവീസ് റോഡിന് തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫേമസ് ഷേഖ് മസ്ജിദിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു ജസ്റ്റ് ഒരു 10 അടി നടക്കാനേ ഉള്ളൂ അല്ലേ. തൊട്ടടുത്ത് തന്നെയാണ് പള്ളി വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ലോ കിലോമീറ്റർ വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. ഇക്കയുടെ വാഹനങ്ങൾ ഇത് മാത്രമല്ല, ഒത്തിരി വാഹനങ്ങൾ നമുക്ക് പോളിഷിങ്ങിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു 7 സീറ്റർ തുടങ്ങാം ലൈക്ക. ഫസ്റ്റ് തന്നെ ഒരു മാരുതി സുസുക്കി എർട്ടിക. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 7 സീറ്റർ ആണ്. കൂടുതൽ ഡീസൽ ആയതുകൊണ്ട് ഒരു 18-20 മൈലേജ് കിട്ടും. കാരണം 58,000 കിലോമീറ്റർ. അപ്പോൾ ലോ കിലോമീറ്റർ വണ്ടിയാണ്. സാധാരണ നമുക്കൊരു 7 സീറ്റർ ഡീസൽ വണ്ടി ഇത്ര ചെറിയ കിലോമീറ്റർ കിട്ടാൻ നമുക്ക് ഇച്ചിരി പാടാണ്. അഡീഷണൽ ആയിട്ട് അലോയ് ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയിൽ അത് സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. KL3 നമ്മളെ പത്തനംതിട്ട രജിസ്ട്രേഷനാണ് വരുന്നത്. സെക്കൻഡ് VDA ആണ് വരുന്നത് അല്ലേ. സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ. അപ്പോൾ 58,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ ഡീസൽ വണ്ടിയാണ്. ഇക്ക മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 13 വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ഇത്രയും കാലമായിട്ട് ഒരു വർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 10,000-ൽ താഴെ കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് അല്ലേ. ഒരു ഓടിയിട്ടില്ല എന്ന് തന്നെ പറയാം അല്ലേ. ഇക്ക നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വണ്ടി? 475. അതും ചെറിയൊരു ബഡ്ജറ്റ് പ്രൈസിന് നമുക്ക് ഉണ്ടാകും. ലോ കിലോമീറ്റർ വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ്. ഇക്ക നമുക്ക് ലോൺ ഏകദേശം എത്ര ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ട്രാക്കിൻ്റെ ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നാൽ ഡെയിലി യൂസിന് മൈലേജ് എന്നാൽ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റ് കൂടെ തന്നെ നമുക്ക് 7 സീറ്റർ വണ്ടി, വലിയൊരു കുടുംബത്തിന് ഒരു ബഡ്ജറ്റ് വണ്ടി അല്ലേ ഇക്ക. അടുത്തത് നമുക്കൊരു ടാറ്റയുടെ ആൾട്രോസ് ആണ്. ഇതിൻ്റെ ഷേപ്പ് കൊണ്ടും ബിൽഡ് ക്വാളിറ്റി കൊണ്ടും ഫേമസ് ആയ ഒരു വെഹിക്കിളാണ്. അത് നല്ല വൈറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന KL61 രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമുക്കൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത് അല്ലേ. ഇക്ക എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 വണ്ടിയാണ്. കിലോമീറ്റർ എത്ര? 22,000. ചെറിയ കിലോമീറ്റർ ആണ്. അതേപോലെ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കുമ്പോൾ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. നമുക്ക് നിലവിൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യിക്കാനില്ല. ഒരു പുതുപുത്തൻ വാഹനം ഇറക്കുന്ന അതേ ഫീൽ ഇറക്കാം ലൈക്ക. സിംഗിൾ ഓൺഷിപ്പ് അല്ല വണ്ടി വരുന്നത്. പുത്തൻ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 685. നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം. പുതിയൊരു വാഹനം നോക്കുമ്പോൾ ലക്ഷങ്ങളുടെ മാറ്റമുണ്ട്. പുതിയ വണ്ടി 11 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ടോപ്പ് ഓപ്ഷൻ ആണ് അല്ലേ. യെസ്. അപ്പോൾ അതായത് നമുക്ക് ഏകദേശം 4-5 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം. ട്രാക്ക് ഒക്കെ ഫുൾ ലോൺ ഇറക്കാൻ പറ്റുമോ? ഫുൾ ലോൺ ഇറക്കാം. അതും നമുക്ക് ഒരു ടച്ചപ്പ് പോലും ഇല്ലാത്തൊരു വണ്ടി. അടുത്താണ് സ്വിഫ്റ്റ്. അതും നമുക്ക് നല്ലൊരു പൊളി കളറാണ്. വണ്ടിയുടെ ക്വാളിറ്റി കണ്ടാൽ നമ്മൾ അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. ഡുവൽ ടൂൺ ചെയ്തിട്ടുണ്ട്. KL7 എറണാകുളം രജിസ്ട്രേഷനാണ് വരുന്നത്. അതേപോലെ ബാറ്റ്മാൻ മിററൊക്കെ അഡീഷന് നമുക്ക് കപ്പേഴ്സ് അത്യാവശ്യം നമുക്ക് സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തൊരു വണ്ടിയാണ്. ഇക്ക എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 സെക്കൻഡ് ഓണർഷിപ്പ്
ക്വാളിറ്റി 70 സംതിങ് ഓടി ഇപ്പോൾ ഓടിയിട്ടുണ്ട്. എല്ലാം ഷോറൂം സർവീസ് ആണ്. ഓക്കെ, ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് യൂസ് ചെയ്ത് ഒന്നുമില്ല. സീറോ ക്ലൈം 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയില്ല. നമ്മൾ എത്ര രൂപ ചെയ്യാൻ പറ്റും? ലാസ്റ്റ് നമുക്ക് ഒരു 6-10 കൊടുക്കാം. 6-10 കൊടുക്കാം. ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 550 ഒക്കെ കയറും. 550 ഒക്കെ കയറാം. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. ഇതൊക്കെ പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ്. സിംഗിൾ ഓൺഷിപ്പ് അല്ല വരുന്നത്, സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം കേട്ടോ. മാരുതി സുസുക്കി ബലേന, അതും ബ്ലഡ് റെഡിൽ വരുന്ന ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അതായത് ഹൈ ക്വാളിറ്റി വണ്ടി. അത് നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2018 സിംഗിൾ ഓണർഷിപ്പിൽ 37,000 കിലോമീറ്റർ. പക്ക ലോ കിലോമീറ്റർ വണ്ടികളാണ്. ഷോറൂം സർവീസ് അല്ല, നമ്മൾ ലോ കിലോമീറ്റർ മാത്രം നോക്കി എടുക്കുന്നതാണ്. നമ്മുടെ വണ്ടികളെല്ലാം മിക്കവാറും ലോ കിലോമീറ്റർ ക്വാളിറ്റി ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടികളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വെറും 35,000 കിലോമീറ്റർ അല്ല? 37,000. ഓക്കെ, അതും സിംഗിൾ ഓൺഷിപ്പ് ആണ്. 2018 മോഡൽ വണ്ടിയില്ല, സീറ്റ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് ലെതർ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പുഷ്പട്ട് സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ, കമ്പനി അലോയ്സ് വരുന്നുണ്ട്. ഒരു നിലവിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് സീറോ ക്ലെയിം അല്ല വണ്ടി. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? 565. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാം ഉണ്ടെങ്കിൽ കിട്ടും. നല്ല ട്രാക്കിന് 19 രൂപയ്ക്ക് വേണ്ടി ഇറക്കും ചെയ്യാമല്ലോ. അടുത്ത നല്ല പെർഫോമൻസും നല്ല ബോഡി ക്വാളിറ്റിയും കൂടെ തന്നെ മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ ഒരു ഫോർഡ് ഫ്രീ സ്റ്റൈല് വളരെ റെയറാണ് ഈ ഒരു വാഹനം. കാരണം നല്ല പെർഫോമൻസും മൈലേജും കൂടെ തന്നെ അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കമ്പനി അലോയ് മാറ്റിയിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അലോയ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങൾ? 2018 ഫ്രീ സ്റ്റൈൽ തന്നെ ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇതിന് ഇന്റീരിയർ ഒക്കെ കുറച്ച് നമുക്ക് ഒന്നുകൂടി ഒരു പ്രീമിയം ലെവലിലേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ക്രോസ് മോഡലായിട്ട് വന്നതാണ് ഇതിൽ. അതും ഇന്ത്യയിലൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയാണ്. അത്രയും നമുക്കൊരു ബ്ലാക്ക് എഡിഷനിൽ ഇതിനൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്ന ഡീസലാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 58,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ആണ്. ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ഇല്ല. പക്ക ഷോറൂം കൈരളി ഫോർഡിൽ എല്ലാം ഉണ്ട്. അപ്പൊ സർവീസ് ഉണ്ട്. നമുക്ക് ഒരു ടെൻഷനും വേണ്ട. അത്രയും നമുക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടി. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 575. ഏകദേശം 10-75 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും. മൈലേജ് ആണ് 18 രൂപ മൈലേജ് കിട്ടും. ഇൻഷുറൻസ് ആണ് പുതിയത്. ഒന്നും നോക്കാൻ ഒന്നുമില്ല. അതും നമുക്ക് A to Z ഹിസ്റ്ററി ഉണ്ടല്ലേ? മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2018. ഇനി നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് നമുക്ക് വന്നെടുക്കുന്നതാണ്. ഇത് വാഷൊന്നും ചെയ്തിട്ടില്ല, തൊട്ടടുത്ത് തന്നെയാണ്. അതിൻ്റെ ഒരു പൊടി ഇതിലുണ്ട് എന്നുള്ളൊരു വിഷയമുള്ളൂ. കേരള 61 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ഓൾട്ടോ 800 ആണ്. 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ടൈപ്പ് 2 വണ്ടിയാണ്. 2016 മോഡൽ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 2000 കിലോമീറ്റർ ഉള്ളൂ. ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ടയർ പുതിയത്, ഇൻഷുറൻസ് പുതിയത്, ആക്സിഡന്റ് ഒന്നുമില്ല. ഏകദേശം ഒരു 20 തന്നെ മൈലേജും കിട്ടും. തീർച്ചയായിട്ടും മൈലേജ് കിട്ടും. ഇന്ത്യയിലൊക്കെ ഒക്കെ ആണെങ്കിലും ഒന്നും ചെയ്യാനില്ല. നമുക്ക് ജസ്റ്റ് വന്ന ഒരു കണ്ടീഷൻ എന്നുള്ളതുകൊണ്ട് വാഷ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 235. ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഓൾട്ടോ 800, അതും ട്രാക്ക് കാര്യങ്ങളൊക്കെ ചെറിയ രൂപക്ക് ഇറക്കും ചെയ്യാം. ഇനി EMI നോക്കുന്നത് 5000-6000 രൂപ ഒരു മാസം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനും പറ്റും. ഇനി അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫാമിലി വെഹിക്കിളാണ് അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് മാരുതി സുസുക്കി വാഗ്നർ എന്നാൽ നമുക്ക് പ്രായമുള്ളവരൊക്കെ സംബന്ധിച്ച് നമുക്ക് യാത്രാ കംഫർട്ടും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി കളറിൽ വരുന്ന KL2 കൊല്ലം രജിസ്ട്രേഷനിൽ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് VXi ആണ്. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, റിയറിൽ വൈപ്പർ, LXi ആണ് അല്ലേ നമുക്ക് ഏറ്റവും ഓപ്ഷന്. അപ്പൊ ഇതില് ടോപ്പ് എൻഡിന്റെ പിന്നെ നമുക്ക് മിറർ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്താണ് അല്ലേ? എല്ലാം നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. എങ്ങനെയായിരുന്നു നിൽക്കുക മോഡല് കാര്യങ്ങൾ? 2013 വണ്ടിയാണ്, പക്ഷേ 39,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇതെന്ത് പറ്റി ഓടിയിട്ടില്ല? വല്ലാത്ത ഓട്ടോ ഇല്ലാത്ത വണ്ടിയാണ്. പക്ഷെ വണ്ടി അത് ഓടിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും. നമുക്ക് ചുമ്മാ പറയുന്നതല്ല, നമുക്ക് വണ്ടി ഓടിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടൂല. തീർച്ചയായിട്ടും. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 255. എല്ലാം ചെറിയ പ്രൈസ് ആണ്, ചെറിയ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി കാര്യങ്ങൾ നമ്മൾ അസീസ് ഖാന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ക്വാളിറ്റി ലോ കിലോമീറ്റർ. വർഷങ്ങളോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത ഇത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് സെലക്റ്റഡ് ആയ വാഹനങ്ങളേ ഉള്ളൂ.
പിന്നെ നമുക്ക് നമുക്ക് ഇനി വർക്ക്ഷോപ്പിലുള്ള വാഹനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇത് നമുക്കുള്ള i20 ഉണ്ട്, സ്വിഫ്റ്റ് 2015, i20 2018 മോഡൽ, 27,000 കിലോമീറ്റർ. ഡീസലാണോ വണ്ടി? പെട്രോൾ സ്പോർട്സ് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? അത് നമുക്ക് 5-10 ആ റേഞ്ചിലേക്ക് കൊടുക്കാം. 5-10 ചാൻസ് ഉള്ള വണ്ടിയാണ്. അതേപോലെ സ്വിഫ്റ്റ് 2015 2015 VXI, അതും ഇതുപോലെ കരുനാപ്പള്ളി വണ്ടി തന്നെ, സിംഗിൾ ഓണർഷിപ്പിൽ ക്വാളിറ്റി വണ്ടി, 62,000 കിലോമീറ്റർ പെട്രോൾ സെഗ്മെന്റ് പറയുന്ന VXI നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല. ഇത് 255 255 ചെറിയൊരു പ്രൈസാണ്. മാക്സിമം നമുക്കൊരു 19 രൂപയ്ക്കാണെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമുക്ക് അസീസ് ഖാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്തൊരു, കാരണം നമുക്ക് ഇവിടുത്തെ നമുക്കൊരു ഫാമിലിക്ക് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കാറ് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാം ലോ കിലോമീറ്ററാണ്, സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓണർ വാഹനങ്ങൾ, നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആണ്, ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ്. സോ നമുക്ക് ഗ്യാരണ്ടിയിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാം അല്ലേക്കാ. അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളി, നമ്മൾ ഷെയ്ഖ് മസ്ജിദിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ KL23 യൂസർ കാസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പറൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തോളി. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് അസീസ് ഖാൻ സൈനിങ് ഓഫ്.